ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് സപ്ലിമെന്റ്സ് എടുക്കുക എന്നുള്ളത്. അതായത് ഫാർമസിയിൽ പോയിട്ട് വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, മൾട്ടി വൈറ്റമിൻ, അയേൺ, കാൽഷ്യം, മഗ്നീഷ്യം, സിങ്ക്, ഇങ്ങനെയുള്ള എല്ലാം തന്നെ നമ്മൾ ഒരു ഡോക്ടറിൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷനോ ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ പോയിട്ട് മേടിച്ച് കഴിക്കാറുണ്ട്. എന്നാൽ ഇത് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. കറക്റ്റായിട്ട് ബാലൻസ്ഡ് ഡയറ്റും കറക്റ്റ് ഉറക്കവും നല്ല എക്സസൈസും ചെയ്യുന്ന ആളുകളിൽ ഡെഫിഷ്യൻസി വരാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെയുള്ള ആളുകളിൽ ഈ മൾട്ടി വൈറ്റമിൻസ് അല്ലെങ്കിൽ ബാക്കിയുള്ള എന്ത് ഒരു സപ്ലിമെൻറ്റ്സ് എടുക്കുമ്പോഴും അത് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് എന്തൊരു സപ്ലിമെൻ്റ് എടുക്കുന്നതിന് മുന്നേയും നിങ്ങൾ അതിന് വേണ്ടിയുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്തിരിക്കുക. അതെല്ലാം വളരെ സിമ്പിളായിട്ടുള്ള ടെസ്റ്റുകളാണ്. ആ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ആ ഏതാണോ ഡെഫിഷ്യൻറ്റ് അതിൻ്റെ ആ ഒരു സപ്ലിമെൻറ്റ് മാത്രം നിങ്ങൾ എടുക്കേണ്ടതാണ്. അനാവശ്യമായിട്ട് സപ്ലിമെന്റ്സ് എടുക്കുന്നത് ശരീരത്തെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കാൽഷ്യം നമ്മൾ അനാവശ്യമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു കിഡ്നി സ്റ്റോണുള്ള ആളാണെന്നുണ്ടെങ്കിൽ അവിടെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇതുപോലെ തന്നെ എല്ലാ സപ്ലിമെന്റ്സിനും അതിൻ്റേതായിട്ടുള്ള പ്ലസ് ആൻഡ് മൈനസ് ഉണ്ട്. ഡെഫിഷ്യൻസീസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് സപ്ലിമെന്റ്സ് എടുക്കേണ്ടത്. അല്ലാതെ സപ്ലിമെന്റ്സ് ഒരു ഹെൽത്തിനെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. എപ്പോഴും ഒരു ഡോക്ടറെ കാണുക, ടെസ്റ്റ് ചെയ്യുക, ഡയഗ്നോസ് ചെയ്യുക, എന്നിട്ട് ഡെഫിഷ്യൻസിയുടെ സപ്ലിമെന്റ്സ് എടുക്കുക. ഇത് റീഅസസ് ചെയ്യാനും മറക്കരുത്. ഹാപ്പി മോർണിംഗ്.